ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി റെസിപ്പിയും പിന്നെ നമ്മളുടെ വെക്കേഷൻ ട്രിപ്പും എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഫസ്റ്റ് തന്നെ നമുക്ക് പാസ്ത റെഡിയാക്കുക. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പോട്ട് പരിചയപ്പെടുത്തി തരാം. ഇത് ഇൻഡസ് വാലിൻ്റെ ട്രിപ്ലി ബിരിയാണി കുക്കിംഗ് പോട്ടാണ്. അപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച്. ഒരു ഗ്ലാസ് ലിഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു കാസറോളായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഷേപ്പ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു വൈഡ് ഹാൻഡി ഷേപ്പാണ്. പിന്നെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ്, അതായത് ഒരു പ്രീമിയം ക്വാളിറ്റിയാണ്. പിന്നെ 3 ലെയർ തിക്ക് ബോഡിയാണ്. അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ലൊരു തിക്ക് ബോഡിയാണെന്നുള്ളത്. പിന്നെ 100% ടോക്സിൻ ഫ്രീ ആണ്, നോൺ സ്റ്റിക്കാണ്. ഇൻഡക്ഷനിലും ഗ്യാസിലും ഒക്കെ നമുക്ക് സേഫായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 2 ലിറ്ററാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കുക. പിന്നെ ഇൻഡസ് വാലിയിൽ ഇവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല കുറേ ടൈപ്പിലുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പാസ്ത റെഡിയാക്കാം. പെട്ടെന്ന് നമുക്ക് ഒരു കഴിക്കാനൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ പാസ്ത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കായാലും എനിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മളിന്നൊരു ക്രീമി പാസ്തയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ പോട്ടിലേക്ക് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ബട്ടറാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബട്ടർ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ബട്ടർ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓയിൽ യൂസ് ചെയ്ത് പിന്നെ അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ സവാള ആഡ് ചെയ്ത് കൊടുത്ത് സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ അതൊന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് പാസ്ത വേവിച്ചെടുക്കണം. അപ്പോൾ പാസ്ത ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല വെള്ളം തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് കേട്ടോ. ഇത് ഞാൻ ചിക്കൻ വേവിച്ചിട്ട് നമ്മൾ ചെറുതാക്കിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കില്ല, അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ചിക്കൻ വേവിച്ചിട്ടില്ല, അപ്പോൾ നേരെ തന്നെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ കിടന്നിട്ട് തന്നെ കുക്കായിക്കോളും. പിന്നെ ഇത് ഭയങ്കര സ്പൈസി അങ്ങനെയൊന്നുമല്ല. അപ്പം നമ്മളൊരു വൈറ്റ് സോസ് പാസ്ത അല്ല, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് സോയാ സോസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ലിമിറ്റഡ് സാധനങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പർച്ചേസ് ചെയ്യുന്നവർക്ക് എൻ്റെ കൂപ്പൺ കോഡ് റിഫിന യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ 12% ഓഫ് കിട്ടും. അപ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ ഏകദേശം കുക്കായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് മേലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള വൈറ്റ് സോസും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ചിലപ്പോൾ ഇത് ലെയർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ മസാല, പിന്നെ അതിൻ്റെ മേലെ പാസ്ത, പിന്നെ അതിൻ്റെ മേലേക്ക് വൈറ്റ് സോസും കൂടി വെച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ അവിയിലൊന്ന് ചെയ്യാറുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈസി ക്രീമി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, വെക്കേഷനൊക്കെ ആയിട്ട് കുട്ടികളും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ടുള്ള കളിയിലാണ്. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കും പിന്നെ വേറൊരു സ്ഥലത്തേക്കുമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പ് വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളെ ചാനലിൽ മൂന്നാറിൻ്റെ 2-3 വീഡിയോസൊക്കെ ഉണ്ടാവും. നമ്മൾ കുറേ പ്രാവശ്യം പോയ സ്ഥലമാണ്. പിന്നെ നമ്മളെ കൂട്ടത്തിൽ മൂന്നാർ ആദ്യമായിട്ട് പോകുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ഒരു ബ്രദറും ഫാമിലിയും പിന്നെ സിസ്റ്ററും ഫാമിലി, ഉപ്പ, അങ്ങനെ കുറച്ച് പേരൊക്കെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ നേരത്തെ പുറപ്പെട്ട് വഴിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഞ്ചും കഴിച്ചു. പിന്നെ അങ്ങനെ ഒരു വ്യൂ പോയിൻ്റൊക്കെ നിർത്തി അങ്ങനെ റിലാക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് എലിഫൻറ്റ് പാർക്കിലേക്കാണ്. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം എലിഫൻറ്റ് പാർക്ക് ഒരു രസമാണല്ലോ. ഇവിടെ
ഇവിടെ എലിഫൻറ്റ് സഫാരി പിന്നെ എലിഫൻറ്റ് ഫീഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അത് കുട്ടികൾക്ക് ഭയങ്കര രസമാവുമല്ലോ. പ്രത്യേകിച്ച് കേശയും കിയാനും എല്ലാവർക്കും ഭയങ്കര രസമായിരുന്നു കേട്ടോ ആനക്ക് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ദാ ആൾ നമ്മളെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിതാ 2-3 ബാസ്ക്കറ്റും കൂടി വാങ്ങിയിട്ട് എല്ലാവരും കൊടുത്ത്. കിയാൻക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾക്ക് പൊതുവേ ഇങ്ങനെ ആനിമൽസ് അതിൻ്റെ പിക്ചേഴ്സ് കാണുന്നതും സൗണ്ട് കേൾക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു. തൊടാൻ പറ്റും. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ മഴ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എലിഫൻറ്റ് റൈഡൊന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി. അങ്ങനെ ഇതാ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം വഴിയാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത്. പിന്നെ ഇതാ നമ്മൾ നേരെ വന്നിട്ടുള്ളത് എക്കോ പോയിന്റിലേക്കാണ്. മൂന്നാറിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ എക്കോ പോയിന്റ്. ഇവിടെ നമ്മൾ എത്തിയപ്പം അധികം തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ എത്തിയപ്പോൾ ഒരു 5:30-6 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. എക്കോ പോയിന്റിൻ്റെ സൈഡിലായിട്ട് ഇതാ ഇതുപോലെയുള്ള കുറച്ച് ഷോപ്പിംഗ് ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ഷോപ്പ് ചെയ്തു. അങ്ങനെ ഇതാ കറക്കൊക്കെ കഴിഞ്ഞ് റൂമിലെത്തുമ്പം രാത്രി ആയിട്ടുണ്ട്. ദേവികുളം ബൈസൺ വാലിയിലാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല റൂം തന്നെയാണ്, നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. കുറച്ചൊരു ഓഫ് റോഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കിതാ ഫുഡൊക്കെ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്ത ഒരു ടെറസ് ഏരിയ പോലെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് അവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ രാവിലെ എല്ലാവരും റെഡിയായി. ഫസ്റ്റ് തന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇതാ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ എല്ലാവരും റെഡിയായി പുറത്ത് പോവുകയാണ്. നമ്മളിപ്പോൾ ഇതാ ഗ്യാപ്പ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
കേരളത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള റോഡുകളിൽ ഒന്നാണ് ഈ ഗ്യാപ്പ് റോഡ്. നല്ലൊരു അടിപൊളി യാത്രയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഇതാ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിർത്തിയതാണ്. നമ്മളിപ്പോൾ പോകുന്നത് മറയൂർ, കാന്തല്ലൂരൊക്കെയാണ്. മറയൂർ മെയിനായിട്ടുള്ളത് ശർക്കര ഫാക്ടറിയാണ്. കുറേ അധികം ശർക്കര ഫാക്ടറികൾ നമുക്കിവിടെ വരുമ്പോൾ ഇങ്ങനെ കാണാം കേട്ടോ വഴിയിലൊക്കെ. പിന്നെ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് മുനിയറ കാണാനാണ്. മുനിയറയിലേക്ക് നമ്മൾ കുറച്ച് മുമ്പ് വന്നിരുന്നു, ഒരു 4 കൊല്ലം മുമ്പൊക്കെ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെയുള്ളവരൊന്നും മുനിയറ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് നേരെ മുനിയറയിലേക്കാണ് പോകുന്നത്. മറയൂർ കുന്നിൻ്റെ മേലെയാണ് മുനിയറ നമുക്ക് കാണാൻ പറ്റുക. കുറേ സ്ഥലത്ത് മുനിയറ ഉണ്ടെങ്കിലും ചില സ്പോട്ടുകളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ 4 കൊല്ലം മുമ്പാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. അന്ന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്ന ആ ഒരു ടൈമിലൊക്കെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ആ ടൈമിൽ പോലീസുകാർ ഇവിടെ ഇങ്ങനെ മോശമായ ആൾക്കാരെ വരുന്നത്, നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പറഞ്ഞേക്കൊക്കെ ചെയ്ത്. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ ജീപ്പുകളും പിന്നെ അവരിവിടെ ഓഫ് റോഡിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിട്ട് ഫുൾ ആൾക്കാരും ബഹളമൊക്കെ ആയിരുന്നു. ഈ മുനിയറ എന്നുള്ളത് പ്രീ ഹിസ്റ്റോറിക് സംഭവങ്ങളാണ്. അതായത് ചരിത്രമൊക്കെ എഴുതി തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയുള്ള ആ ഒരു കറക്റ്റ് ഇൻഫർമേഷനൊന്നും അധികം ആർക്കും അറിയില്ല. മുനിയറ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ശവക്കല്ലറയാണെന്നാണ് പറയുന്നത്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് 4 കരിങ്കല്ലിൻ്റെ പീസ് ചുറ്റും വെച്ചിട്ടാണ്. പിന്നെ മേലെ വേറൊരു പീസ് വെച്ചിട്ട് റൂഫും ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 5000 മുതൽ 10000 വർഷം വരെ പഴക്കമുള്ള കല്ലറകളാണിതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പല അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. ശവക്കല്ലറയാണെന്ന് പറയുന്നുണ്ട്, പിന്നെ മുനിമാർ പണ്ട് തപസ് ചെയ്തിരുന്ന സ്ഥലമാണെന്നും ഒക്കെ പറയുന്നുണ്ട്. നമ്മളിതാ ഈ കുന്ന് കയറി മേലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതാ ഇവിടെ കുറേ കച്ചവടക്കാരും പിന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ ഉണ്ട്. ഇവിടെ ഇതാ 360 ക്യാമറ ഉണ്ട്. അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഹരായിട്ടോ. അവരിങ്ങനെ ഒരു സോങ് പ്ലേ ചെയ്യും, നമ്മളവിടുന്ന് ഡാൻസ് ചെയ്യലും അങ്ങനെയൊക്കെ. നമ്മൾ കപ്പിളായിട്ടും പിന്നെ എല്ലാവരും കൂടിയും ഒക്കെ ആയിട്ട് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് അത് ഭയങ്കര രസമായിട്ടോ. അത് കഴിഞ്ഞ് ഇതാ കേശക്ക് സിംഗിളായിട്ട് കളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കെൻസിന് കൈഫിന് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് അതെല്ലാവർക്കും ഭയങ്കര രസമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അവിടുന്ന് തിരിച്ച് ഇറങ്ങുകയാണ്. കേരളം മുഴുവൻ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു മറയൂർ ശർക്കര ഫാക്ടറി എന്നുള്ളത്. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നു കേട്ടോ ഒരു ശർക്കര ഫാക്ടറിയിൽ കയറണം, എന്നിട്ട് അവിടുത്തെ ഒരു മേക്കിങ്ങൊക്കെ കാണണം എന്നുള്ളത്. കുറേ എണ്ണം നമ്മൾ വഴിയിൽ കണ്ടെങ്കിലും ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഇതാ ഒന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ കാറ് നിർത്തി അവിടെ കയറി നോക്കിയതാണ്. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ ശർക്കര ഉണ്ടാക്കുന്നതും ആ ഒരു സംഭവങ്ങളും ഒക്കെ കണ്ട്. മറയൂർ നമ്മൾ വരുന്ന വഴി കുറേ കരിമ്പ് തോട്ടങ്ങൾ കാണാം. അപ്പോൾ അവിടെ നിന്നുള്ള കരിമ്പൊക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാ നമ്മൾ വീട്ടിലേക്കൊക്കെ കുറച്ച് ശർക്കരയൊക്കെ വാങ്ങി അങ്ങനെ അവിടുന്ന് തിരിച്ചു പോവുകയാണ്. പിന്നെ നേരെ പോയത് കാന്തല്ലൂരാണ് കേട്ടോ. പക്ഷേ നമ്മൾ കാന്തല്ലൂർ എത്തിയപ്പോഴൊക്കെ തന്നെ നല്ലോണം ലേറ്റായി, നമുക്കൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. അവിടെ കുറേ ഫാമുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സ്ട്രോബെറി ഫാം ഉണ്ട്, പിന്നെ അങ്ങനെ പല പല ഫാമുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് അവിടെ ഒന്നും പോകാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇതാ നെക്സ്റ്റ് ഡേ
രാവിലെ കണ്ടില്ലേ, ഇത് നമ്മളെ റൂമിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ. ഫുൾ ഇങ്ങനെ കോടയൊക്കെ മൂടി കിടക്കുകയാണ്. നമ്മളെ കൂടെ നിഷ്കാക്കാൻ്റെ സിസ്റ്ററും ഫാമിലിയും ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ മോള് എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്നുണ്ട് പാലയിൽ. മൂന്നാറിൽ നിന്ന് നമ്മൾ നേരെ പാലയിലേക്കാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴിയിൽ വേറൊരു അടിപൊളി സ്ഥലത്തും കൂടി നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ മാറിയാൽ രാമക്കൽമേട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതാ അങ്ങോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളെ കാറിലല്ല, ജീപ്പിലാണ് പോകുന്നത്. അവിടെ അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ അതിനോട് തൊട്ട് ആയിട്ട് 2-3 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കാണാനുള്ള പോക്കാണ്. നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് വരുന്നു. നമ്മൾ മൂന്നാർ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു രാമക്കൽമേട് ആദ്യമായിട്ടാണ്. നല്ല കയറ്റാണ്. നമ്മളെ കാറ് താഴെ പാർക്ക് ചെയ്തിട്ട് ജീപ്പ് എടുത്തിട്ടാണ് നമ്മൾ മേലേക്ക് വന്നിട്ടുള്ളത്. കുറച്ചധികം ദൂരം തന്നെയുണ്ട്. നല്ല അടിപൊളി ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ വന്നിട്ടുള്ളത് ആമപ്പാറ കാണാനാണ്. കുറേ പാറകൾക്കിടയിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇത് വല്ലാത്തൊരു അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോണത്. നല്ല അടിപൊളില്ലേ? നമ്മളിതാ അങ്ങനെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനുള്ളിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇതിലൂടെ ഉള്ളിലേക്ക് പോയിട്ട് വേണം പുറത്തിറങ്ങാൻ. അപ്പോൾ ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെയാണ് നമ്മൾ പുറത്തിറങ്ങണത്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഏജ്ഡ് ആയ ആൾക്കാർ, കുറച്ചും കൂടി തടിയുള്ള അവർക്കൊക്കെ ഇതിനുള്ളിലേക്ക് എനിക്ക് തോന്നുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. കണ്ടില്ലേ, കുറച്ചൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് പോയി. പിന്നെ എഴഞ്ഞിട്ടാണ് കേട്ടോ, കിടന്നിട്ടൊക്കെയാണ് ബാക്കി നമ്മൾ പോയത്. അങ്ങനെയാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റണുള്ളൂ. പിന്നെ ഇതാ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ടവർ ഉണ്ട്. അതിന് മേലേക്ക് കയറിയാൽ നമുക്ക് നല്ല അടിപൊളി വ്യൂ കിട്ടും. ആമപ്പാറൻ്റെയും ഒക്കെ നല്ലൊരു വ്യൂ കിട്ടും. 2.5 ഭൂമിനെ
അങ്ങനെ വെക്കുകയാണെങ്കിൽ അത്ര നിങ്ങളുള്ള രക്തക്കുഴലുണ്ട്. പക്ഷെ അത് ഭയങ്കര രസമാണ്. എടുക്കണം അതന്നെ. പക്ഷെ ഭയങ്കര തണുപ്പായിട്ടുള്ളത്. പോകുന്ന വഴി KSEBിൻ്റെ വലിയൊരു സോളാർ പാനലൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ നമ്മൾ ഉള്ളിലേക്ക് നടക്കുന്നത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളൊക്കെ താഴെ കാണാം. തേവാരവും തേനി ഡിസ്ട്രിക്റ്റും ഒക്കെ നമുക്ക് അവിടുന്ന് കാണാം. തമിഴ്നാട്ടിലെ കൃഷി സ്ഥലങ്ങളൊക്കെ ഇത്രയും ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ്. കമ്പം തേനി ഡിസ്ട്രിക്റ്റ് ആണ്. നമ്മളിപ്പോ പോണത് എങ്ങോട്ടാണ് അറിയില്ല. അതൊരു വ്യൂ പോയിന്റ്. ഒന്നിക്കും എന്നുള്ള അതൊരു രണ്ട് മലയുണ്ട്. മലയിൽ ഡാം അണ കെട്ടിയാണ് അതിനൊന്ന് തിരിച്ചു ഡാമാണ്. പാരന്റെ മല അവരുടെ പേരാണ് പറയുന്നത്. ഇവിടുന്ന് നമ്മളിതാ ഡ്രോൺ ഷൂട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള ആ ഒരു വ്യൂ. ക്യാനു ആ പിടിച്ച് കൈഫ് അടിപൊളിയായി. രാമക്കൽമേട് നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്നും കൂടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. ഇതാണ് കുറവൻ്റെയും കുറത്തിൻ്റെയും പ്രതിമ. നമ്മളിപ്പോൾ പോയ 3 ഡെസ്റ്റിനേഷൻസും 3 കുന്നുകളാണ്, അടുത്തടുത്തുള്ള 3 കുന്നുകൾ.
അപ്പുറത്തുള്ള വ്യൂ പോയിൻറ്റും സോളാർ പാനലുകളും പിന്നെ നമ്മൾ ആദ്യം പോയിട്ടുള്ള ആമപ്പാറയും ഒക്കെ അടുത്തടുത്തുള്ള 3 കുന്നുകളാണ്. നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ രാമക്കൽമേട് നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടോ പോകണമെന്നുള്ളത്. എന്തായാലും പാലയിലേക്ക് പോകുന്ന ടൈമിൽ അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് കയറിയതാണ്. അതെന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ലൊരു അഡ്വഞ്ചറസ് ജേണി ആയിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ പാലയിലെത്തി. സിസ്റ്റർ മോളെ കണ്ട് അവിടുന്ന് ഇതാ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പോയി. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.